വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണർ സർക്കാർ പോരിൽ ഹൈക്കോടതി തീരുമാനം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. അതേസമയം ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ SFI തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഗോപിനാഥ് രവീന്ദ്രനെ പുറത്താക്കിയ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ പുതിയ നീക്കങ്ങൾ. വൈസ് ചാൻസലർ പൂർണ്ണമായും ചാൻസലറുടെ അധികാരമാണെന്നായിരുന്നു സുപ്രീം കോടതി വിധി. അതേസമയം സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരായ ഹൈക്കോടതി വിധിയാണ് സർക്കാരിന്റെ പിടിവള്ളി. ഇരു കൂട്ടർക്കും അവർക്ക് അനുകൂലമായ നിയമോപദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സർവകലാശാല VC-ആയി സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്യാനാകില്ല. എന്നാൽ ഡോക്ടർ K ശിവപ്രസാദിനെ വൈസ് ചാൻസലറാക്കിയത് സാങ്കേതിക സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നാണ് സർക്കാർ നിലപാട്. സർക്കാർ പാനലിൽ നിന്നാകണം VC നിയമനമെന്ന് സർവകലാശാല ചട്ടത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, പാനൽ നൽകി 1 മാസമായിട്ടും ഗവർണർ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയതും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും സർക്കാർ ആരോപിക്കുന്നു. ഗവർണർക്കെതിരെ SFI പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചതോടെ ഗവർണർ സർക്കാർ പോര് വീണ്ടും തെരുവിലിറങ്ങാനാണ് സാധ്യത. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.